ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭാരതത്തിന്റെ പൈതൃകം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ചരിത്ര ലിപികളിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തെ മറ്റ് നഗരസഭകൾക്ക് വഴികാട്ടിയും നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലുമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. അനധികൃത ഖനനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കുന്നതിന് നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. വരും തലമുറയ്ക്ക് വിജ്ഞാനവും ഭാരതത്തിന്റെ പൈതൃകവും പകർന്നു നൽകുന്നതിനായി പൂർവികരുടെ ആഴത്തിലുള്ള നിഷ്ഠ സഹായകമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായുള്ള അവരുടെ സമർപ്പണമാണ് ചരിത്ര ലിപികളുടെ അവശേഷിക്കുന്ന ശേഖരത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ജ്ഞാനഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. इतिहास के क्रूर थपेड़ों में लाखों मैन्युस्क्रिप्ट जला दी गई, लुप्त हो गई, लेकिन जो बची है वो इस बात की साक्षी है कि ज्ञान विज्ञान पठन पाठन के लिए हमारे पूर्वजों की निष्ठा कितनी गहरी थी. കയ്യെഴുത്ത് പ്രതികളുടെ ഡിജിറ്റൽ വൽക്കരണം, സംരക്ഷണം ഉൾപ്പെടെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ജ്ഞാനഭാരതം പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. കയ്യെഴുത്ത് പ്രതിയിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പൈതൃകം വീണ്ടെടുക്കൽ എന്ന പ്രമേയത്തിൽ ഇന്നലെയാണ് 3 ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ CP രാധാകൃഷ്ണന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. രാഷ്ട്രനിർമ്മാണത്തിനും സാമൂഹിക സേവനത്തിനുമായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് CP രാധാകൃഷ്ണനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാർലമെന്റ് മന്ദിരത്തിലെ പ്രേരണാ സ്ഥലിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ പ്രതിമകളിൽ ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് പുഷ്പാർച്ചന നടത്തി. പാർലമെന്റ് സമുച്ചയത്തിൽ അദ്ദേഹം വൃക്ഷത്തൈയും നട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ഈ മാസം 15 വരെ മിസോറാം, മണിപ്പൂർ, അസം, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മിസോറാം സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി 9,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. മണിപ്പൂരിൽ 8,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. തുടർന്ന് അസമിലെത്തുന്ന പ്രധാനമന്ത്രി തലസ്ഥാന നഗരമായ ഗുവാഹത്തിയിൽ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ 16ാമത് കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബീഹാറിൽ പൂർണിയ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. വടക്ക് കിഴക്കൻ മേഖല രാജ്യത്തിന്റെ മുൻനിരയിലേക്ക് ഉയർന്നുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൈരാബി സൈറംഗ് റെയിൽവേ പാതയുടെ ഉദ്ഘാടനം ചരിത്രപരമായ ഒരു നാഴികക്കല്ലെന്ന് വിശദീകരിക്കുന്ന കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ലേഖനം ഉദ്ധരിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കിട്ട കുറിപ്പിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. വടക്ക് കിഴക്കൻ മേഖല ഇനി പുരോഗതിക്കായി കാത്തിരിക്കുന്ന ഒരു അതിർത്തിയല്ല, മറിച്ച് ഇന്ത്യയുടെ വളർച്ചയുടെ കേന്ദ്ര ബിന്ദുവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ തെരുവുകളിലും ഓരോ കായിക വേദി ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന കായിക ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക വിനോദങ്ങളെ ജനകീയ പ്രസ്ഥാനങ്ങളാക്കി മാറ്റണമെന്നും കായിക സംസ്കാരം വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. एक गोल को अचीव करने के लिए 10 ईयर प्लान और 25 ईयर प्लान दोनों हमने तय करना है. ये प्लान ऑलरेडी तैयार हो चुका है, वो भी थोड़े दिनों में देश के सामने आएगा. देश को स्पोर्टिंग नेशन बनाने के लिए हमने तैयार करी है. കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തെ മറ്റ് നഗരസഭകൾക്ക് വഴികാട്ടിയും നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലുമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. കൊച്ചിയിൽ കേരള അർബൻ കോൺക്ലേവ് 2025ന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപുലമായ ഈ ഉദ്യമത്തിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രിയെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിലെ നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
2025 ഓഗസ്റ്റ് മാസത്തെ ഗ്രാമീണ നഗര തലങ്ങളിലെ സംയോജിത ഉപഭോക്തൃ വില സൂചിക അനുസരിച്ച് രാജ്യത്തെ പണപ്പെരുപ്പം 2.07%. ഇത് RBIയുടെ ലക്ഷ്യ പണപ്പെരുപ്പ നിരക്കിനുള്ളിൽ നിന്നതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2025 ജൂലൈ മാസത്തെ അപേക്ഷിച്ച് 2025 ഓഗസ്റ്റ് മാസത്തെ പ്രധാന പണപ്പെരുപ്പത്തിൽ 46 ബേസിസ് പോയിന്റുകളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നേപ്പാൾ അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി തീർത്ഥാടകരിലെ 15 പേരുടെ സംഘം കേരളത്തിൽ തിരിച്ചെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നേപ്പാളിൽ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ചൈന അതിർത്തി അടച്ചതുമൂലം 3000-ൽ പരം മാനസ സരോവർ യാത്രികരാണ് ഡാർച്ചൻ മേഖലയിൽ കുടുങ്ങിയത്. എല്ലാ യാത്രികരും നിലവിൽ നേപ്പാളിലെ സിമികോട്ടിൽ ആണ് ഉള്ളത്. ഇവിടെ നിന്ന് 250ഓളം പേരെ എയർലിഫ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. രാജ്യത്താദ്യമായി കേരളത്തിൽ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ക്ലിനിക്കുകളിലൂടെ വിളർച്ച, പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്താൻ സാധിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 16-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. അനധികൃത ഖനനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. സ്വാശ്രയ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന കൂട്ടായ ലക്ഷ്യത്തിൽ രാജ്യം മുന്നേറണമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദർശനത്തെക്കുറിച്ച് ഝാർഖണ്ഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. डोमेस्टिक कोल प्रोडक्शन के लिए और क्रिटिकल मिनरल्स बढ़ाने के लिए अलग अलग रिफॉर्म्स 11 साल से ला रहे हैं. आने वाले दिन में गुड गवर्नेंस, इजी ऑफ डूइंग बिजनेस और देश का आर्थिक प्रगति के लिए नौजवानों को रोजगार देने के लिए जो भी रिफॉर्म्स चाहिए वो लाने के लिए हम कमिटमेंट के साथ काम कर रहे हैं. സെപ്റ്റംബർ 17 മുതൽ കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള ജീവനക്കാർക്കും ഖനന തൊഴിലാളികൾക്കും 3 ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ അംഗീകാര ഉത്തരവ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിയമപരമായ ഇൻഷുറൻസ് തുകയായി 36,500 രൂപ അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 3 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് കത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് ഈ അവകാശവാദം വ്യാജമാണെന്ന് കണ്ടെത്തി. GST പരിഷ്കാരങ്ങളിലൂടെ റോഡ് ഗതാഗതത്തിനും ഓട്ടോമൊബൈൽ മേഖലയ്ക്കും വൻ ഉണർവ് ലഭിക്കുമെന്ന് കേന്ദ്രം. താങ്ങാനാവുന്ന വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനും പരിഷ്കരണം സഹായകമാകും. വിതരണ ശൃംഖലയിൽ MSMEകളെ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ സെമിയിലെത്തിയത്. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ താരങ്ങളെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് ഒമാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരം മറ്റന്നാളാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കേരളത്തിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ കൂടി നടത്തുന്നതിലൂടെ പലരെയും രക്ഷിക്കാനായെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തിന്റെ പൈതൃകം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ചരിത്ര ലിപികളിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തെ മറ്റ് നഗരസഭകൾക്ക് വഴികാട്ടിയും നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലുമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. അനധികൃത ഖനനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. രാജ്യത്താദ്യമായി കേരളത്തിലെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.